ഇടത് സർക്കാരാവട്ടെ UDF സർക്കാരാവട്ടെ കടപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച ആശങ്കകളേറെയാണ്. അന്നും മുതലപ്പുഴയിൽ നമ്മൾ പ്രതിഷേധങ്ങൾ കണ്ടു. ഒരു മാസം ശരാശരി 4-5 പേർ വെച്ച് കടൽ തീരത്ത് നിന്ന് കടലിൽ പോയി തിരിച്ചു വരാത്ത അവസ്ഥ. മുതലപ്പുഴയിൽ മാത്രം കഴിഞ്ഞ 5 വർഷങ്ങളിലെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ 70-80 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മളുടെ വാർത്ത തുടങ്ങുന്നത് മുതലപ്പുഴയിൽ വെള്ളം മറിഞ്ഞു, കാണാതായി, മുതലപ്പുഴയിൽ വെള്ളം മറിഞ്ഞു, 2 പേരെ കാണാതായി, ഒരാൾ രക്ഷപ്പെട്ടു എന്ന വാർത്തയോടുകൂടിയാണ് തുടങ്ങുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വിഴിഞ്ഞത്തൊരച്ഛനെ, നമ്മുടെ അഞ്ചുതെങ്ങിൽ ഈ മുതലപ്പുഴയിൽ ഒരു മകനെ, അതേപോലെ നീണ്ടകരയിൽ ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. 3 പേരും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. വലിയ പാളിച്ചയുണ്ടായി എന്ന് പറയുന്നു. വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നു. നിരുത്തരവാദപരമായ ചില പരാമർശങ്ങൾ ചില നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സർക്കാർ വന്നിട്ടും അഭയമാകുന്നില്ലേ? നമുക്ക് ഇപ്പോൾ വിഴിഞ്ഞത്ത് കാണാതായ ജോണിൻ്റെ മകൻ, ആ ജോണിൻ്റെ മകൻ പറഞ്ഞ വാക്കുകളാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ? കടലിൽ പോകുന്ന ഓരോ മത്സ്യത്തൊഴിലാളിയും തിരിച്ചു വരുന്നതും കാത്ത് ആദിയോടെയാണ് ഞങ്ങളുടെ കുടുംബം ഈ തീരത്ത് കഴിയുന്നത്, ഞങ്ങളെ ആർക്കും വേണ്ടേ എന്ന് ആ മകൻ ഈ കേരളത്തോട് ചോദിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാവരെയും ഹൃദയം ഉലയ്ക്കുന്നതാണ്. കാരണം ഇത്രയും ദിവസമായി എന്നുള്ളതാണ്. 8 ദിവസം കഴിഞ്ഞു. ആ കുടുംബത്തിനൊരു ആശ്വാസ വാക്ക് പോലും ഇതുവരെ ലഭിച്ചില്ല എന്നതാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നാണ്, അതായത് 8ാം ദിവസമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആ കുടുംബത്തോട് സംസാരിക്കുന്നത്. ഒരു കേരള സർക്കാർ ഈ വിഷയത്തിലൊക്കെ തന്നെ കാണിക്കേണ്ട ഒരു ജാഗ്രതയിൽ ഇവിടെ വലിയ പിഴവ് വരുത്തി എന്നതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. 3 പേരെയാണ് കൊല്ലത്തും തിരുവനന്തപുരത്തുമായി ഈ കാലവർഷത്തിൽ ഉണ്ടായ കടൽക്ഷോഭത്തിൽ കാണാതായത്. അപ്പം ഈ കാണാതായവരെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട പ്രൊസീജിയർ അതിവിടെ കൃത്യമായി പാലിച്ചില്ല എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ ഫിഷറീസ് മന്ത്രിയുണ്ടല്ലോ, അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അദ്ദേഹം ഈ ഒരു മേഖല സന്ദർശിക്കുന്നതിനോ ആ കുടുംബത്തെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പുവരുത്തുന്നതിനോ ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കും എന്ന് ഉറപ്പ് നൽകുന്നതിനായി തയ്യാറായില്ല എന്നതാണ്. ഏറ്റവും ഒടുവിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം തെരുവിലിറങ്ങി റോഡിൽ കുത്തിയിരുന്ന ശേഷമാണ് കേരള സർക്കാരിൻ്റെ ഒരു മന്ത്രി പോയി ആ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നത്. ഇന്ന് CP ജോണാണ് സംസാരിക്കാൻ പോകുന്നത് കൊല്ലത്ത്. എന്തുകൊണ്ടാണ് ഫിഷറീസ് മന്ത്രി പോകാത്തത്? ഒരു വലിയ പ്രശ്നമാണിത്. സംസ്ഥാനത്തിൻ്റെ ഈ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതലയുള്ള മന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഈ തീരം വരെ പോയി ഈ മത്സ്യത്തൊഴിലാളികളെ കാണാൻ സാധിക്കാത്തത്? ഇനി മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ്? ഈ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി തെരച്ചിലുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുകയാണ്, എങ്ങനെയാണ് ആ തീരം വരെ പോവുക? മുൻപ് ആ തീരത്ത് പോയ പഴയ മുഖ്യമന്ത്രിയുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? അത്ര ഭയമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഈ മത്സ്യത്തൊഴിലാളികളുടെ അടുത്തേക്ക് പോകാൻ? അത്രയ്ക്ക് ഭയമാണോ? ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഭീകരന്മാരാണോ ഈ സർക്കാരിനെ സംബന്ധിച്ച്? നമുക്ക് കേരളത്തിൽ ഏതാണ്ട് 12 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളുമുണ്ട്. അതിൽ 8.5 ലക്ഷത്തോളം പേർ തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്നതാണ്, കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ്. തിരുവനന്തപുരത്ത് മാത്രം ഏതാണ്ട് 30,000-ലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുണ്ട്. കൊല്ലത്താണെങ്കിൽ ഏതാണ്ട് അത്രയും തന്നെ 28,000-29,000 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ തീരത്ത് പോയി ഈ മത്സ്യത്തൊഴിലാളികളെ കണ്ട് ആ കുടുംബത്തിനൊരു ആശ്വാസവാക്ക് നേരിട്ട് നൽകാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഭയമാണോ എന്നതാണ് എൻ്റെ ചോദ്യം. ഇനി രണ്ടാമത്തെ മന്ത്രി, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ, അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തൊക്കെ നടപടി സ്വീകരിച്ചു. അദ്ദേഹം പറയുന്നത് കടലിൽ പോയാൽ കുറച്ച് ദിവസത്തോടും കാണാതെ. എന്തൊരു നിസ്സാരമായിട്ടാണ് ഈ വിഷയങ്ങളിൽ മന്ത്രിമാരുടെ പ്രതികരണം വരുന്നത്. വകുപ്പ് മന്ത്രിയാണെങ്കിൽ അതുവരെ പോകാത്തൊരു സാഹചര്യം. ഏറ്റവും ഒടുവിൽ ഈ സർക്കാരിനെ ഏറ്റവും അധികം ക്ഷീണിപ്പിച്ചത് ഈ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി അവിടം വരെ പോയില്ല എന്നത്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ കുടുംബാംഗങ്ങളൊക്കെ തെരുവിൽ വന്ന് നിന്ന് മഴയത്ത്, നോക്കൂ, ആ കുട്ടികളെ അടക്കം എടുത്തുകൊണ്ടുവന്ന് മഴയത്ത് ഇരുന്നാണ് അവർ ഞങ്ങളുടെ അച്ഛനെ കൊണ്ടു തരൂ, എൻ്റെ ഭർത്താവിനെ കൊണ്ടു തരൂ, എൻ്റെ മകനെ കൊണ്ടു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബം റോഡിൽ വന്നിരിക്കുന്ന ഒരവസ്ഥ കേരളത്തിലാണെന്ന് ഓർക്കണം. അവർ അങ്ങനെ വന്നിരുന്ന ശേഷമാണ് കേരളത്തിൻ്റെ ഒരു മന്ത്രി അവരുമായി ചർച്ച നടത്താൻ തയ്യാറായത്. കഴിഞ്ഞ 10 വർഷം, 5 വർഷത്തെ കണക്ക് പറഞ്ഞു, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 469 മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായിട്ടുണ്ട്. 160 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 47,000-ലധികം പേരെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്.
ഏതാണ്ട് 5000-ലധികം റെസ്ക്യൂ ഓപ്പറേഷനുകൾ നടന്നിട്ടുണ്ട് ഈ കടലുമായി ബന്ധപ്പെട്ട്, കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട്. ഏതാണ്ട് 5000-ലധികം റെസ്ക്യൂ ഓപ്പറേഷനുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരള തീരത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 31-ാം തീയതിയാണല്ലോ ഇവരെ കാണാതായത്. ഇന്ന് ഏതാണ്ട് 8-ാം ദിവസമാണ്. ഈ സംഭവം ഉണ്ടായ ഉടൻ സാധാരണ ഒരു മത്സ്യത്തൊഴിലാളിയെ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ കടലിൽ കാണാതായാൽ എന്ത് ചെയ്യും? അത് ആദ്യം ഇതിൻ്റെ SOP അനുസരിച്ച് കോസ്റ്റൽ പോലീസ് ഇതറിയണം. അത് സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികളാണ് അറിയിക്കുക, കോസ്റ്റൽ പോലീസിനെ അറിയിക്കും. അടുത്ത നടപടി മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ഇത് അറിയണം. അങ്ങനെ ഈ 2 വിഭാഗവും ചേർന്ന് ആദ്യം തെരച്ചിൽ നടത്തും. തെരച്ചിൽ നടത്തിയ ശേഷം പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ബന്ധപ്പെട്ട സർക്കാരിനെ അറിയിക്കും, ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിക്കും. പിന്നീട് ഇത് ജില്ലാ കളക്ടറും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന് ഇത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. അങ്ങനെയാണ് MRCC എന്ന് പറയുന്ന മറൈൻ റെസ്ക്യൂ കോർഡിനേഷൻ സെൻറ്റർ. അത് തീരസംരക്ഷണ സേനയുടെ കീഴിലുള്ള ഒരു സംവിധാനമാണ്, ഇന്ത്യൻ നേവി. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കുക. ഇവിടെ ഈ പ്രൊസീജിയർ എല്ലാം ആരംഭിക്കുന്നതിന് ഒരുപാട് കാലതാമസം എടുത്തു എന്നതാണ്. എനിക്ക് തോന്നുന്നു ആദ്യ ദിവസം തന്നെ ഇതിനായുള്ള നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ വിമർശനം ഉയരുമ്പോഴാണ് ഈ ഒരു സാധ്യത തന്നെ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്, പിന്നീട് കേന്ദ്ര സർക്കാരുമായി ഈ വിഷയത്തിൽ ബന്ധപ്പെടാൻ തയ്യാറാകുന്നത് തന്നെ. ഇതൊക്കെ മുൻകൂട്ടി ആലോചിച്ച് ഇതിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ട മുൻകരുതൽ നടപടികൾ, ജാഗ്രതാ നടപടികൾ ഒന്നും തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നത് എത്രത്തോളം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ക്ഷീണമാണെന്ന് ഓർത്തു നോക്കണം. നോക്കൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അത്രയിടം വരെ പോകാൻ കഴിയില്ല. വകുപ്പ് മന്ത്രിക്ക് അതുവരെ പോയി ആ മത്സ്യത്തൊഴിലാളികളെ കാണാൻ ഭയമാണ്, അവരെ കാണാൻ സാധിക്കുന്നില്ല. പകരം മറ്റൊരു മന്ത്രിയെ അയക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ജില്ലാ കളക്ടർ പോലും ആ കുടുംബത്തോട് സംസാരിക്കുന്നില്ല. ജില്ലാ കളക്ടർ ആ കുടുംബത്തോട് സംസാരിച്ച് എങ്ങനെയാണെന്ന് അറിയോ? CPM നേതാവ് വി ശിവൻകുട്ടി അവിടം വരെ പോയി. വി ശിവൻകുട്ടിയാണ് ജില്ലാ കളക്ടറെ ഫോണിൽ വിളിക്കുന്നത്. ആ ഫോണിലാണ് കാണാതായ ജോണിൻ്റെ മകൾക്ക് ജില്ലാ കളക്ടറുമായി ആദ്യമായി സംസാരിക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ആ കുടുംബം പ്രതിഷേധിക്കാതിരിക്കുക? പറയൂ, എന്തുകൊണ്ട് ആ കുടുംബം പ്രതിഷേധിക്കാതിരിക്കണം? ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ദുരന്തത്തെ, ഈ ഒരു അപകടത്തെ സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്തത്. ഇങ്ങനെയല്ല ഇത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടെ വലിയ വീഴ്ച ഈ സർക്കാരിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അത് മുതലപ്പുഴയിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് മാത്രമല്ല, കോട്ടയത്തായാലും പത്തനംതിട്ടയിലായാലും ഉണ്ടായിട്ടുള്ള പ്രളയ സാഹചര്യങ്ങളിലും ഇതേപോലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ നിന്നുള്ള മേൽനോട്ടം, സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഏകോപനം ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം സാഹചര്യങ്ങൾ നേരിടുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരൊക്കെ ചേർന്നുള്ള ഒരു സംവിധാനം. ആ സംവിധാനമാണ് ഇപ്പോഴും ഉണർന്ന് പ്രവർത്തിച്ചത്. അതല്ലാതെയുള്ള നടപടികൾ തുടക്കത്തിലുണ്ടായില്ല. പിന്നീട് എല്ലാവരും വിമർശിച്ചപ്പോഴാണ് ഇതിനൊരു ഏകോപനം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമുണ്ടായത്. ഒരു യോഗം തന്നെ മുഖ്യമന്ത്രി VD സതീശൻ വിളിച്ചു ചേർത്തത്. വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് ഈ ദുരന്ത മേഖലകൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറായത് പോലും. അപ്പോഴും നമ്മൾ നേരത്തെയൊക്കെ തന്നെ വിമർശിച്ചതുപോലെ റവന്യൂ വകുപ്പിൻ്റെ അലംഭാവം, റവന്യൂ വകുപ്പിൽ സ്ഥിരം സെക്രട്ടറി ഇല്ലാത്ത സാഹചര്യം, സംസ്ഥാന ദുരന്ത നിവാരണ സംവിധാനത്തിന് സ്ഥിരം സെക്രട്ടറി ഇല്ലാത്ത സാഹചര്യം, ഇതൊക്കെ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇത്തരം വിഷയങ്ങളിൽ വലിയ അനാസ്ഥ, അതുപോലെ ഉടനെ ഉണ്ടായതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ദുരന്തമുണ്ടായാൽ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. അത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? അത് ബാധിച്ച ജനങ്ങൾക്ക് സർക്കാർ അവർക്കൊപ്പമുണ്ട്, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന തോന്നൽ ആ കുടുംബത്തിന് നൽകാൻ സർക്കാരിന് എല്ലാ ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. അത് നിറവേറ്റിയില്ല എന്നാണ് പറയുന്നത്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടം വരെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഭയമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവരെ നേരിട്ടത് എങ്ങനെയാണെന്ന് അറിയില്ലേ, എങ്ങനെയാണ് അവിടെ പോവുക എന്നല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചോദിക്കേണ്ടത്. അവിടെ പോകാനുള്ള ധൈര്യം കാണിക്കണം, ആ ജനങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സഹിഷ്ണുത, ഒരു മനസ്സിളവ് കാണിക്കണം എന്നുള്ളതാണ്. ആ കുടുംബത്തിൻ്റെ കണ്ണീർ ഇന്ന് കേരളത്തിൻ്റെ കണ്ണീരായി തുടരുകയാണ്. നോക്കൂ, എത്രത്തോളം വേദനാജനകമാണ്, എത്രത്തോളം വേദനയുണ്ടാക്കുന്നതാണ് ഈ സാഹചര്യങ്ങൾ. കുഞ്ഞു കുട്ടികളുമായി വന്ന് ഞങ്ങളുടെ ഭർത്താവിനെ തരൂ, മകനെ തരൂ, ഞങ്ങളുടെ കുട്ടികളെ കണ്ടെത്തി തരൂ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി, അവരോടൊന്ന് സംസാരിച്ചാൽ മതി. ഞങ്ങൾ തിരച്ചിൽ നടത്തുന്നുണ്ട്, ഞങ്ങൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഞങ്ങൾ നൽകും എന്നവർക്ക് ഉറപ്പ് നൽകിയാൽ മതി. ആ ആശയവിനിമയം പോലും നടക്കുന്നില്ല എന്നാണ് പ്രശ്നം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പാളിച്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മേലിലെങ്കിലും
ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ഇപ്പോഴും കാലവർഷം അതിതീവ്രമായി തന്നെ തുടരുകയാണ്. എപ്പോൾ വേണമെങ്കിലും അതിതീവ്ര മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രതാ നടപടികൾ തുടർന്നെങ്കിലും വീഴ്ചയില്ലാതെ മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.